പി ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ എന്താ പറയാ, BJP ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? BJP മെമ്പർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. പാർട്ടിയിലെ മെമ്പർഷിപ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആർക്കും പാടില്ല എന്നാണ് നിയമം. മോഡി അടക്കമുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ, അതിനെ അങ്ങനെ അങ്ങ് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ആരാണ് ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മുന്നണിയായിട്ട് അടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് അടുത്തല്ല. അത് ഞങ്ങളുടെ എതിർത്തുകൊണ്ട് സ്വയം നിൽക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് ഏത് രീതിയിലുള്ള ചർച്ചയാണ് അടുപ്പത്തിലേക്ക്? ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? ഇല്ല, അങ്ങനെ ഒരു അടുപ്പം ഞങ്ങൾ മുസ്ലിം ലീഗായിട്ട് യാതൊരു അടുപ്പമില്ല. എങ്കിൽ കൂടി ആ പണ്ടുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പൊ അവർക്ക് വരാം. അതിനായിരുന്നു ആ മനോഭാവം. അത് മുസ്ലിം ലീഗിലുള്ള യുവസമൂഹമാണ് അതിനെ മുൻകൈ എടുത്തത്. പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പള്ളിയുടെ നിർമ്മാണം അത് ഇന്ന് മാത്രമല്ലല്ലോ. ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഇല്ല. അത് പള്ളി ഉണ്ടാവും. എവിടെയാണ് അത് പള്ളി? അല്ല, അത് ഞങ്ങൾ സമയമാകുമ്പോൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തോളം കാലമായി പള്ളിയുടെ തറക്കല്ലിടുകയും. പക്ഷെ അതിന് പ്രസ്ഥാനത്തിന്റെ ഒരു അതിന്റെ തടസ്സം നിങ്ങളോട് ഇപ്പൊ പറയേണ്ടതില്ല. അതും രഹസ്യമാണ്. അത് ഞങ്ങളുടെ സ്ട്രെങ്ത് ആണത്. ശരിക്ക് ആത്മീയതയെ എന്താ പറയാ തെരുവിലേക്ക് എത്തിച്ചത് AP എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ ഐക്യത്തിന് നിങ്ങൾ വെക്കുന്ന ഒരു സൊല്യൂഷൻ? സംഘടനകൾ തമ്മിലുള്ള പൂർണ്ണമായ ലയനമായിരിക്കുമോ? പൂർണ്ണമായ ലയനമായാൽ അതാണ് ഏറ്റവും നല്ലത്. അറിവിന്റെ വിസ്മയ ലോകം ഒരു വിരൽ തുമ്പിലൂടെ സന്ദർശിക്കൂ www.ssfmobile.com. താങ്ക് യു.